ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പൊതുവെ പത്രം വായിക്കാറില്ല, എന്തോ ഗതികേട് ഞാൻ ഇന്ന് നോക്കിപ്പോയി. 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ ഉമ്മയും വല്യുമ്മയും സഹോദരനെയും ഉപ്പാന്റെ അനിയനെയും ചേർത്ത് 6 എണ്ണത്തിന് വെട്ടി വീഴ്ത്തിയതിനു ശേഷം ആശുപത്രിക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ 6 ആളുകൾ വെട്ടിക്കൊന്നു. ഉമ്മ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രി കിടക്കുകയാണ്. 23 വയസ്സ് പ്രായം. ഒന്ന് ചിന്തിച്ചു നോക്കി, എങ്ങോട്ടാ ഈ ലോകം പോകുന്നത്? ആ മോനൊക്കെ വളർന്നു വലുതാകാൻ വേണ്ടി ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവനാണ് സ്വന്തം അനിയനെ വെട്ടിക്കൊല്ലുന്നത്, ഉപ്പാന്റെ അനിയനെ വെട്ടിക്കൊല്ലുന്നത്, ഉപ്പാന്റെ ഉമ്മാനെ വെട്ടിക്കൊല്ലുന്നത്, അവന്റെ ഉമ്മാനെ വെട്ടുന്നത്. ഇതാ ലോകം. നമ്മളെ മക്കളൊക്കെ ലഹരിക്ക് അഡിക്റ്റ് ആയി പോവാതിരിക്കാനോ, ചീത്ത കുട്ടികളിലേക്ക് പോകാണ്ടിരിക്കാനോ ഒക്കെ പരമാവധി നല്ല കുട്ടികളിലേക്ക് നമുക്ക് മാറ്റാനോ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ലീഡർമാരാരും ഒരു നേരം പുകവലിക്കുന്നവരോ, ഒരു നേരം മദ്യപിക്കുന്നവരോ, ഒരു നേരം കുത്തിവെക്കുന്നവരോ നമ്മുടെ കൂടുതലില്ല. അതില്ലാണ്ടിരിക്കാൻ എല്ലാ സമയത്തും പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഉപദേശിക്കാനും. അപ്പോ നമ്മളെ മക്കളൊക്കെ വഴിവഴിച്ചു പോകുന്ന ലോകത്ത് അവരൊക്കെ ചേർത്ത് പിടിക്കുന്ന നേർവഴിയിൽ നടത്തുന്ന ഒരു ടീമിന്റെ പേരാണ് എയ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. എല്ലാ ടീമും ഞാൻ കാണുന്നില്ല. എന്റെ ചുണ്ടിൽ ഒരു നേരം ഒരു സിഗരറ്റ് നിൽക്കുന്നത് കാണില്ല. നിങ്ങളെ ഏതെങ്കിലും ലീഡർമാര് ITC ആയപ്പോ വെള്ളി സാറെ കാണാൻ ബുക്ക് ചെയ്ത് വന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. അല്ല, ബിജു സാറ് ITC ആയിരുന്ന പിന്നെ ഒരു ഫുള്ളായിട്ട് വെള്ളി സാറെ കാണാൻ പോകാൻ അത് ആവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും പാർട്ടി പോയി പങ്കെടുക്കാറില്ല. അത് പാടില്ല എന്ന് പറയാറുണ്ട്. അത് പറയാൻ എനിക്കൊരു മടിയില്ല. മദ്യപിക്കുന്നത് അപമാനമാണ്, മദ്യപിക്കാത്തത് അഭിമാനമാണ്. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അങ്ങനെ തന്നെ നമ്മൾ പഠിപ്പിച്ചു പോണത്. അതുകൊണ്ട് ദൈവം അറിഞ്ഞ് അങ്ങനെ ടീമിനെ എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ ടീമിൽ അത്തരക്കാരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് ബിൽസാർ ടീം. 60 കോടിക്ക് മേലെ പവറും, വീക്കിൽ 34 കോടി, അവിടെ 60 കോടി. അപ്പൊ 26 കോടി പവർ ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. കമ്പനി പോലെ 1 കോടിയെ ക്യാരി ഫോർവേഡ് കിട്ടുന്നു. അപ്പോ തൽക്കാലം ഞാൻ ഇവിടെ നോക്കിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പരാതി കൊടുത്തൊരു കാര്യമൊന്നുമില്ല. ITC ഉണ്ട്, ITC ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എന്നാലും നിങ്ങൾ ടീമിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഒഴിവാക്കാറില്ല. എപ്പോ വിളിച്ചാലും ഞാൻ ആ പ്രോഗ്രാം എത്താറുണ്ട്, അത് സമയം കണ്ടെത്താറുണ്ട്. അത് എന്റെ കൂടി സന്തോഷം കൊണ്ടാണ്. അങ്ങനെ ഒരു ടീമാണ് നിങ്ങളുടെ ടീമിനുള്ള ഇൻസ്പിറേഷൻ, ഒരു കൂട്ടായ്മ. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഉമർ സാറിന്റെ വളർച്ച ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വളർച്ചയാണ്. ഒരു സാധാരണ ഉസ്താദിന് നാട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നും, ഇന്നത്തെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉസ്താദുമാര് വെള്ള വസ്ത്രം ധരിച്ച് തന്റെ കണ്ണീരും കഷ്ടപ്പാടും ആരെയും അറിയിക്കാതെ ജീവിച്ചു കൂടും. 8,000, 10,000, 15,000 റുപ്യയിൽ നിന്ന് എങ്ങനെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ? എവിടെ നിന്നൊക്കെയോ ഭക്ഷണം കഴിച്ചു, ആരോടും പരാതി പറയാതെ കിട്ടുന്നത് മാറ്റിവെച്ചും ജീവിച്ചു പോകുന്നവരാണ് നമ്മൾ പല ഉസ്താദുമാരും. ഒരു പരാതി പുറത്തു പറയാറില്ല. അവർക്കൊക്കെ കൊടുക്കാവുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇടുന്ന ഒരു എഫർട്ടും റിസൾട്ടും അവർക്ക് കിട്ടും. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്, അവരെ നമുക്ക് ഒരു ജീവിതം കൊടുക്കാൻ നമുക്ക് പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതിലൊക്കെ അത്തരം ആളുകളൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ചേർത്ത് പിടിച്ച് ഒരു വലിയ വരുമാനം ഉണ്ടായി കൊടുക്കാൻ, അവര് അറിവ് പകരുന്ന പോലെ തന്നെ സന്തോഷത്തിന്റെയും സമ്പാദ്യത്തിന്റെയും അറിവ് നമുക്ക് കൊടുത്തുകൊണ്ട് വലിയൊരു കൂട്ടായ്മയെ നമുക്ക് മുമ്പോട്ട് പോകണം. അതിന് ഈ ഒരു ബോട്ടപ്പ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനിയും നിങ്ങളൊക്കെ ഉയരങ്ങളിൽ വെച്ച് കാണാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്